ബി.ജെ.പി കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ച് വരികയായിരുന്നു. അത് ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുക, അവരെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക. അതിന്റെ ഭാഗമായിട്ട് അനവധി പരിപാടികൾ, പൊതുപരിപാടികൾ നടത്തിയിരുന്നു. അതുകൂടാതെ കേക്കുമായി വീടുകൾ സന്ദർശിക്കുക, കേക്ക് ഇല്ലാതെ വീടുകൾ സന്ദർശിക്കുക, ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലടക്കം പോയി പ്രശ്നങ്ങളിൽ ഇടപെടുക, അങ്ങനെ അനവധി കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വോട്ടെണ്ണി നോക്കുമ്പോൾ അതിന്റെ ഒന്നും ഫലം കിട്ടിയില്ല എന്ന് കൃത്യമായി തന്നെ വെളിവാക്കുന്ന കണക്കുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. തൃശ്ശൂരിൽ പള്ളിയുടെയും പള്ളിക്കാരുടെയും ഒക്കെ നിർദ്ദേശത്തിൽ നിർത്തിയ സ്ഥാനാർത്ഥികൾ പോലും 8 നിലയിൽ പൊട്ടി. കൃഷ്ണപുരം, മിഷൻ ക്വാർട്ടേഴ്സ്, ചേലക്കര, ഗാന്ധിനഗർ, നെട്ടിശ്ശേരി ഡിവിഷനുകളിലെ വോട്ട് നില പരിശോധിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഇവിടെയൊക്കെ വലിയ മൃഗീയ ഭൂരിപക്ഷം ക്രിസ്തീയ വിശ്വാസികൾക്ക് ഉള്ളതാണ്, ക്രിസ്ത്യൻ വോട്ടുകൾക്കുള്ളതാണ്. ഇതൊക്കെ പള്ളിയുടെയോ ഇല്ലെങ്കിൽ പള്ളിയോട് അടുത്ത് നിൽക്കുന്നവരുടെയോട് അവരുടെ കൂടി അഭിപ്രായത്തിൽ നിർത്തിയ സ്ഥാനാർത്ഥികളാണ് ഈ 8 നിലയിൽ പൊട്ടിയത്. ആകെ ഒരു നേരിയ ആശ്വാസ ജയം എന്ന് പറയുന്നത് പി.സി. ജോർജിന് സ്വാധീന മേഖലയിൽ മാത്രമാണ്. ഇവിടെ 2-3 പഞ്ചായത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആകെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് ഉണ്ടായത്. അതിൽ പാളയത്ത് മത്സരിച്ച പത്മിനി തോമസ് അടക്കം വളരെ പിന്നാക്കം പോയി. നാലാഞ്ചിറ, പാളയം, വെട്ടുകാട്, പൗണ്ടുകടവ് തുടങ്ങിയ ഇടങ്ങളിലുള്ള വോട്ട് വളരെ താഴത്തെ നിലയിലേക്കും പോയി. വിഴിഞ്ഞമടക്കമുള്ള മേഖലയിൽ പണ്ടേ വോട്ട് ലഭിക്കാത്തതുകൊണ്ട് ഇത്തവണയും അതിന് മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ഏതായാലും തൃശ്ശൂരേക്ക് വരുമ്പോൾ അവിടെ ഈ പാർട്ടി നേതാക്കൾ ഒരു കൂട്ടായ്മ ഉണ്ടായില്ല എന്നും സുരേഷ് ഗോപി മാത്രമാണ് പ്രചരണത്തിൽ ഉണ്ടായിരുന്നതെന്നും പിന്നീട് ബി. ഗോപാലകൃഷ്ണനും ഈ ചില വാർഡുകളിലൊക്കെ പ്രചരണത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഒരു സംസ്ഥാന നേതാവ് തന്നെ തൃശ്ശൂരിലെ പ്രചരണ പരിപാടിയിൽ നിന്നും വിട്ടു നിന്നതായിട്ടുള്ള വാർത്തകളും വരുന്നു. ഏതായാലും ബി.ജെ.പി അവരുടെ കണക്കെടുപ്പും അനാലിസിസും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, അവർ ഇത്രയും നാൾ മെനക്കെട്ടതൊന്നും അവർക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ ഭാവിയിൽ വരുമായിരിക്കാം. ന്യൂസ് ഡെസ്ക്, സിനിമ മലയാളം.